ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിലുള്ള റെയ്ഡുകളാണ് കഴിഞ്ഞ ആഴ്ച നടത്തിയത്. അതായത് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മകളുടെ ഉടമസ്ഥയുള്ള ഹെക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയും പിന്നെ പൊതുമേഖലാ സ്ഥാപനമായ CMRL തമ്മിലുള്ളൊരു ഡീല്. അപ്പോൾ അതിൽ നടത്തിയൊരു അഴിമതിയാണ്, ഒരു ക്രമക്കേടാണ്, സാമ്പത്തിക കുറ്റകൃത്യമാണ് ഈ മാസപ്പടി എന്ന് പറയുന്ന കേസ്. അപ്പോൾ വീണ വിജയൻ്റെ ഓഫീസിലും വീണ വിജയൻ്റെ വീട്ടിലും പിണറായിയുടെ വീട്ടിലടക്കം ED വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ ഓരോ ആൾക്കാരും ഓരോ ഡോക്യുമെൻറ്റും ഡാറ്റയും കിട്ടുമ്പോൾ അതിലേക്ക് വലിയ വലിയ ലീഡ്സുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസ് വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഷെൽ കമ്പനി ഉപയോഗിച്ചിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി എന്നുള്ള വിവരവും പുറത്തു വന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഫർദറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ലഭിച്ച ഒരുപാട് ഡാറ്റകൾ വെച്ചിട്ട്, അതായത് ഇവർ നടത്തിയ ട്രാൻസാക്ഷനും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പം ഡാറ്റ അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അപ്പോൾ അങ്ങനെ ഈ അനാലിസിസ് നടത്തുന്നതിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു കാര്യമാണ് EDക്ക് ലഭിച്ചിരിക്കുന്നതിനുള്ള വാർത്ത വരുന്നുണ്ട്. അതായത് തിരുവനന്തപുരം ലുലു മാളുമായി ബന്ധപ്പെട്ട്, അത് ലുലു മാൾ ഏകദേശം കേരള രാഷ്ട്രീയത്തിലെ ഒരാൾക്ക് 200 കോടി രൂപ നിക്ഷേപം ഉണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നത്. ഇതെന്ന് വെച്ചാൽ ആ സമയത്താണ്, ആ കോവിഡിൻ്റെ സമയത്തൊക്കെയാണ് ഈ ഒരു വാർത്ത വന്നത്. അപ്പോൾ ആരാണ് എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ, ഈ മാസപ്പടി അന്വേഷിക്കാൻ വേണ്ടി ED ഒരാഴ്ചയൊന്നും റെയ്ഡ് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 ദിവസം റെയ്ഡ് നടത്തിയാൽ തീരാവുന്ന കേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മുഹമ്മദ് റിയാസ് ഈ പിക്ചറിലോട് വന്നതോടുകൂടിയാണ് ആ റെയ്ഡിൻ്റെ ദൈർഘ്യം കൂടി. മുഹമ്മദ് റിയാസിൻ്റെ ഫ്രണ്ട് സർക്കിളെല്ലാം അവരെല്ലാം നിശിതമായി ചോദ്യം ചെയ്തു. പിന്നെ അത് മാത്രമല്ല, അവരുടെ ബാങ്ക് ബാലൻസും അവരുടെ കമ്മ്യൂണിക്കേഷനും അവരുടെ പേര് ഏതൊക്കെ സിം ഉണ്ട്, എവിടെയൊക്കെ ഭൂമിയുണ്ട്, എവിടെയൊക്കെ എന്തെങ്കിലും ബിനാമി പ്രോപ്പർട്ടി ഉണ്ടോ, ആരൊക്കെയായിട്ട് ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പല പല കാര്യങ്ങളുടെ വിവരങ്ങളും അനാലിസിസ് നടത്തിയതുകൊണ്ടാണ് ഈ റെയ്ഡ് നീണ്ടുപോയത്. അപ്പോൾ ഇപ്പോൾ ED വലിയ രീതിയിലുള്ള മൗനം പാലിച്ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒന്നും പുറത്തു വരുന്നില്ല. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ തന്നെ ഒന്നും കൂടി പറയുണ്ടായി, അത് ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബക്കാരോ ഒരു അഴിമതി നടത്തിയിട്ടില്ല, ഞാൻ മുമ്പ് പറഞ്ഞവർ എൻ്റെ കൈകൾ ശുദ്ധമാണ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ആരായിരിക്കും തിരുവനന്തപുരം ലുലു മാളിൽ 200 കോടി രൂപ നിക്ഷേപിച്ച കേരള രാഷ്ട്രീയത്തിലെ ഉന്നതനാരായിരിക്കുമെന്ന്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ പലതരത്തിലും കമൻസുകളൊക്കെ വരുന്നുണ്ട്. ആ കമൻസുകൾ നോക്കിയാൽ മനസ്സിലാവും ആരാണ് എന്താണെന്നില്ലേ. അപ്പോൾ അത് ആ സമയത്ത് തന്നെ, ലോഞ്ച് സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം ലുലു മാളിലേക്ക് വരികയാണെങ്കിൽ 2016 ഈ ലുലു മാളിൻ്റെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇനീഷ്യൽ കോസ്റ്റ് നിശ്ചയിച്ചത് 2000 കോടി രൂപയാണ്. അപ്പോൾ നമ്മുടെ കോവിഡൊക്കെ വന്നതിന് ശേഷം കുറച്ച് എക്സ്റ്റെൻഡ് ആയി, കുറച്ച് റെസ്ട്രിക്ഷനൊക്കെ വന്നല്ലോ. അപ്പോൾ ഒരു 200 കോടി രൂപ എക്സ്ട്രാ വേണ്ടി വന്നു. അങ്ങനെ 2021 ഡിസംബർ മാസമാണ് അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനോഗ്രേഷനിൽ തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഉണ്ടായിരുന്നു. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. CPM-ൻ്റെയും BJP-യുടെയും UDF-ൻ്റെയും കോൺഗ്രസിൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അവിടെ മുഴച്ചു നിൽക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ആരായിരിക്കും ആ 200 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തതെന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരള രാഷ്ട്രീയം തന്നെ ഒരുപക്ഷെ വലിയ രീതിയിൽ ചർച്ചയായേക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ ഈ ലുലു മാളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പല ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ലുലുവിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ലുലുവിനെ സംബന്ധിച്ചിടത്തോളം ലുലു ഒരു തരത്തിലും ഈ കേസിൻ്റെ ഭാഗമെന്നല്ല. എന്നുവെച്ചാൽ അവർ സ്വാഭാവികമായിട്ടും നിയമപരമായ ചാനലിലൂടെ, ആ പ്രോപ്പർ ചാനലിലൂടെ നിക്ഷേപം സ്വീകരിക്കുന്നു, അവർ പ്രോജക്റ്റ് നടത്തുന്നു, അത്രയേ ഉള്ളൂ. അവർ ഈ കേസിൽ ഒരു ഭാഗമില്ല. പക്ഷേ ഈ 200 കോടി നിക്ഷേപിച്ച് അതിന് മാത്രം ആസ്തിയില്ലേ ആരാണ് കേരള രാഷ്ട്രീയത്തിൽ ഉള്ളത് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാവുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും വരും ദിവസങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ED ഇപ്പോൾ ഒരു മൗനം പാലിച്ചിരിക്കുകയാണ്. അതായത് ഒരുപാട് ഡാറ്റ ലഭിച്ചു, അതിന് അനാലിസിസ് നടത്തിയിട്ട് അതിൻ്റെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല കുംഭകോണങ്ങളും, അതായത് വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ക്രൈമുകളൊക്കെ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ചിലപ്പോൾ EDക്ക് മനസ്സിലായി കാണും. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ മാതിരി ഒരു കാര്യം അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ മുഹമ്മദ് റിയാസിന് ഷെൽ കമ്പനി ഉണ്ടാകുന്നു, വീണ വിജയന് വേറെ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ടാകുന്നു, മുഹമ്മദ് റിയാസിന് സൊലേസ് എന്ന് പറയുന്ന ഒരു അഡ്വർടൈസിങ് കമ്പനി ഉണ്ടാകുന്നു. അത് ആ അഡ്വർടൈസിങ് കമ്പനിക്ക് പേരും നാളൊന്നുമില്ല, അഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അതിലൂടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടു എന്നുള്ള വിവരം EDക്ക് ലഭിച്ചിരുന്നു. അതുപോലെ ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന മെഡിക്കൽ കമ്പനി, നമ്മുടെ കോവിഡ് കാലത്ത് ഈ നാപ്കിനും മറ്റേ നമ്മുടെ ശ്വസിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മാസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കമ്പനിയാണ് ഡീല് ചെയ്തത് എന്നുള്ള ഒരു വാർത്ത പിന്നീട് വന്നിരുന്നു. അത് നമുക്കറിയാം, ശൈലജ ടീച്ചറായിരുന്നു അന്ന് ആരോഗ്യമന്ത്രി. അപ്പോൾ ഈ ആരോഗ്യമന്ത്രി നടത്തിയ അഴിമതി എന്ന രീതിയിൽ സഖാക്കന്മാരെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ അതിന് പിന്നിൽ എന്താണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അതായത് മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ ഉടമസ്ഥയിലൂടെയുള്ള ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെയാണ് ഈ കോവിഡ് കാലത്ത് നടത്തിയ വലിയ രീതിയിൽ അഴിമതി. അപ്പോൾ ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ മാസപ്പടി എന്ന വിവാദം വെറും 2.5 കോടി രൂപയുടെ പുറത്ത് നടക്കുന്ന അന്വേഷണമാണ്. അപ്പോൾ അത് അന്വേഷിച്ച് പോയപ്പോഴാണ് വലിയ രീതിയിലുള്ള കുംഭകോണം EDക്ക് മനസ്സിലായത്. അതിന് ഇവർ ഉത്തരം പറഞ്ഞേ പറ്റൂ. അതിൽ എന്താ പറയുക, ഒരു വിട്ടുവീഴ്ചയില്ല. ED മുമ്പത്തെ മാതിരിയല്ല. ഇപ്പോൾ ഇവിടെ മുമ്പൊക്കെ വലിയ രീതിയിൽ ആരോപണം ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ BJP, ഇവിടെ CPM ഭരിക്കുന്നു. അപ്പോൾ പിണറായി വിജയൻ കൺവിൻസ് ഇവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, അതായത് കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഇവർ ഒരു കളി കളിക്കുന്നതാണെന്നൊക്കെ രീതിയിൽ വലിയ രീതിയിൽ പ്രചാരണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായിരിക്കാം
അതായത് BJP നരേന്ദ്രമോദി ഒന്നും ചെയ്യുന്നില്ല, അതായത് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും പിണറായി വിജയൻ്റെ ഒരു കുടുംബത്തിൽ ഒരു രോമത്തിൽ തൊടുന്നില്ല എന്ന് വലിയ രീതിയിൽ ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതിഗതികൾ മാറി. ഇന്നിപ്പോൾ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്, CPM പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. അത് വളരെ ദയനീയമായ പരാജയമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ടത്. അത് പ്രധാന വില്ലൻ പിണറായി വിജയൻ ആണ് എന്ന് അവിടെ അണികൾ തന്നെ വിലയിരുത്തി. അതായത് ഇതിന് ഒരു വിശകലനം ആവശ്യമില്ല. എങ്ങനെ തെരഞ്ഞെടുപ്പ് തോറ്റു എന്ന് CPM പാർട്ടിക്ക് അണികളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ അവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല. ജനങ്ങൾക്കറിയാം എന്താണ് കാരണം എന്ന്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഉത്തരവാദിത്തം പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ പിണറായി വിജയൻ രാഷ്ട്രീയപരമായിട്ട് വലിയ രീതിയിലുള്ള ക്ഷയിച്ചിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന മറ്റൊരു ചോദ്യം, ഇങ്ങനെ പൊളിറ്റിക്കലി ക്ഷയിച്ച ഒരു വ്യക്തിയെ എന്തിനാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നതിനുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ചില്ലറ കേസല്ല. വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ, സാമ്പത്തികമായ ബാധ്യതകൾ ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. അപ്പോൾ ഇതിന് പുറത്ത് എന്തെങ്കിലും ഇൻ്റർനാഷണൽ റാക്കറ്റുകളുണ്ടോ, പിന്നെ എന്തെങ്കിലും തീവ്രവാദികൾക്ക് ഇതിൽ എന്തെങ്കിലും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ വരും ദിവസങ്ങൾ പുറത്തു വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, എന്തോ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഈ മാസപ്പടി വിവാദത്തിൽ 2.5 കോടിയുടെ അതിനെ ബേസ് ചെയ്തിട്ടല്ല ED അന്വേഷണം നടത്തുന്നത്. ED അന്വേഷണം നടത്തുന്നതൊക്കെ വേറെ ആംഗിളിലാണ്. അത് ആ ആംഗിളിൽ ഒരു കാര്യം മാത്രമാണ് ഈ 200 കോടി നിക്ഷേപിച്ച ആരാണെന്നില്ലേ. പക്ഷെ എന്തായാലും ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നില്ല, കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലാതെ ഇവിടെ വട്ടമിട്ട് പറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്വേഷിക്കുക പോവുക, 2.5 കോടിയില്ലേ, അതെന്താണെന്ന് വെച്ചാൽ അവർ സെറ്റിൽമെൻറ്റ് നടത്തുക എന്നാണ്. ചിലപ്പം എന്തെങ്കിലും കോർട്ടിൽ സെറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ കേസെടുത്ത് അതിൻ്റെ പ്രൊസീഡിങ്സ് ആയിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മുന്നിലുണ്ട്. പക്ഷേ ഇത് വലിയ രീതിയിലുള്ള അന്വേഷണം ഇവിടെ നടത്തിക്കുന്നതിന് പിന്നിൽ 2.5 കോടിയല്ല, അതിനപ്പുറത്ത് വലിയ വലിയ കളികളാണ്. കോടികൾ കുംഭകോണം നടത്തിയ പല ഇതും ഇനിയും പുറത്തു വരാണ്ട്. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.